നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വിശ്വാസത്തിന്റെ മഹാസംഗമമാണ് മഹാകുംഭമേള. മഹാകുംഭമേള എന്നത് ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനങ്ങളിൽ ഒന്നാണ്. 144 വർഷത്തിലൊരിക്കൽ മാത്രമായി നടക്കുന്ന ഈ മഹാസംഗമം വിശ്വാസികളുടെ അചഞ്ചലമായ ഭക്തിയുടെയും ഐതിഹ്യങ്ങളുടെയും സാക്ഷ്യമാണ്. അപ്പോൾ എന്താണ് മഹാകുംഭമേളയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞ് അമൃതുണ്ടാക്കി. അമൃത് കഴിച്ചാൽ അമരത്വം കൈവരിക്കാം, അതായത് മരണം ഉണ്ടാകില്ല എന്നതാണ് വിശ്വാസം. എന്നാൽ അമൃത് ഉണ്ടാക്കിയതിന് ശേഷം ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമായി അമൃതിനു വേണ്ടി. അങ്ങനെ ദേവേന്ദ്രന്റെ മകനായ ജയന്ത് അസുരന്മാർക്ക് അമൃത് കിട്ടാതിരിക്കാനായി അമൃതിന്റെ കുടം കൊണ്ട് കടന്നു കളഞ്ഞു. അപ്പോൾ ജയന്തിന്റെ പിന്നാലെ അസുരന്മാരെല്ലാം പാഞ്ഞു. അങ്ങനെ ഈ അമൃതകുടം കൊണ്ട് പോകുന്നതിനിടയിൽ അമൃത കുംഭത്തിൽ നിന്ന് കുറച്ചു തുള്ളികൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജീവൻ എന്നിവിടങ്ങളിൽ വീണു. അങ്ങനെ ജയന്ത് 12 ദിവസമാണ് അമൃത കുംഭം കൊണ്ട് അസുരന്മാർക്കിടയിൽ നിന്ന് പാഞ്ഞത്. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഒരു വർഷമാണ്. അങ്ങനെ ജയന്ത് 12 ദിവസം ഓടിയപ്പോൾ ഭൂമിയിലെ 12 വർഷമാണ് കടന്നുപോയത്. അങ്ങനെ ഈ 12 വർഷമാണ് കുംഭമേള നടത്തുന്നതിനുള്ള അടിസ്ഥാനം. അങ്ങനെ അമൃത തുള്ളികൾ വീണ ഈ 4 സ്ഥലങ്ങളിലെ നദികളിൽ സ്നാനം നടത്തുന്നത് അല്ലെങ്കിൽ കുളിക്കുന്നത് മോക്ഷം നേടാൻ സഹായിക്കുമെന്നതാണ് വിശ്വാസം. സാധാരണ കുംഭമേളകൾ ഈ 4 സ്ഥലങ്ങളിൽ മാറി മാറി ഓരോ 3 വർഷം കൂടുമ്പോഴും നടക്കും. അങ്ങനെ 6 വർഷം കൂടി നടക്കുന്ന മേളയ്ക്ക് അർദ്ധ കുംഭമേള എന്നും 12 കൊല്ലം കൂടി സംഭവിക്കുന്നതിന് പൂർണ്ണ കുംഭമേള എന്നും പറയും. അങ്ങനെ 12 പൂർണ്ണമായ കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തിന് ശേഷം സംഭവിക്കുന്നതാണ് മഹാകുംഭമേള. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത്. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാസംഗമത്തിൽ 45 കോടി തീർത്ഥാടകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഏകദേശം 7000 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത്. 10,000 ഏക്കറിൽ താൽക്കാലികമായി നിർമ്മിച്ച മഹാകുംഭ നഗർ എന്ന നഗരത്തിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. മഹാകുംഭമേളയുടെ പ്രധാന ആചാരമായ സ്നാനത്തിന് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥലമായ ത്രിവേണി സംഗമം പ്രധാന വേദിയാണ്. ഈ സ്നാനം പാപമോചനത്തിനും ആത്മശുദ്ധിയും നൽകുമെന്നാണ് വിശ്വാസം. മഹാകുംഭമേളയുടെ വാണിജ്യപരമായ പ്രാധാന്യം വലുതാണ്. 45 ദിവസത്തെ ഈ ആഘോഷത്തിൽ വിവിധ മേഖലയിൽ നിന്ന് വൻ വരുമാനം പ്രതീക്ഷിക്കുന്നു. മഹാകുംഭമേളയുടെ ഈ മഹാസംഗമം വിശ്വാസികളുടെ ആത്മീയ അനുഭവത്തിനും സാംസ്കാരിക ഐക്യത്തിനും വേദിയാകുന്നു.